എന്തുട്ട് അവിടെ നിക്കണേ? അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തുട്ട് കടികളാടാ നിങ്ങൾ ഇങ്ങോട്ടുണ്ടാ? പയ വേഗം വന്നിട്ടാ, സംഗതി ആ കുഴപ്പ. എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ, വേഗം വന്നോ, കാണങ്ങ് വേഗം വാടോ. എന്നത് കണ്ടിട്ടേ ഉള്ളൂ, അങ്ങനെയല്ലേ ശരിയാവില്ലോ. അല്ലടോ, ഇവിടെ നിന്ന് സീറ്റ് അടിക്കാം, ലൈവ് ഷോ കാണണമെങ്കിൽ വാ. എന്തിട്ട് കാര്യം? ഇതിന്റെ തുടക്കകാലം പറഞ്ഞാൽ ഞാനും ഭാര്യയൊക്കെ ആയിട്ട് പടം തുടങ്ങുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് സിനിമ കാണാതാക്കിയവരാണ്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. പിന്നെ കാരണം നമ്മൾ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ പഴയ ഈ ലോട്ടറി അടിക്കാത്ത ലോട്ടറി ചാക്ക് കണക്കിന് കീറിക്കൊണ്ട് വെച്ചിട്ട് നമ്മളെ തലയുടെ മുകളിൽ കൂടെ തട്ടിത്തരും. അങ്ങനെ നമ്മളെ പേടിപ്പെടുത്തിയ ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാ? ഇപ്പൊ പഴയ വെട്ടുകിളികളുടെ അസുഖം ഇല്ല. റിലീസ് ദിവസം വന്ന് കയറി ഇരുന്നിട്ട് ഇത് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാൻസുകാർ മാത്രം കാണുന്ന ഒരു ഷോയാണ്. അതിനകത്ത് കയറി ഒന്ന് ഫാമിലി ആയിട്ട് വന്നിരുന്നു. അല്ല, ഞങ്ങള് ഫാൻസുകാർ മൊത്തത്തിൽ എടുക്കുന്ന ടിക്കറ്റ് ആണ്. അല്ല, മൊത്തം ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അട്ടഹാസം കാണിക്കാനല്ല, അല്ല സിനിമ കാണാനാണ്. പേപ്പർ തലേ വീണിട്ട് ഫാൻസുകാരെ കുറ്റം പറയണത് മോശം പരിപാടിയാണ്. എന്താ പരിപാടി? ഞാൻ എന്റെ കാശ് കൊടുത്ത് സിനിമ കാണാൻ പോണ തന്റെ പേപ്പർ വാരി എറിയുന്നതിന്റെ തലയിടാനാണ്. എന്താ ഉറക്കം വരുന്നു? നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഷോ ഉണ്ട്, അല്ല ഉച്ചയ്ക്ക്. ഞാൻ അതല്ലെന്നേ പറഞ്ഞത്, നിങ്ങളുടെ ഇപ്പോഴത്തെ അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇപ്പോഴത്തെ കാലത്തെ അല്ല. പേപ്പർ തല എറിഞ്ഞ എല്ലാവർക്കും, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഫാൻ ഷോ എന്ന് പറഞ്ഞാൽ രാവിലെ കയറുമ്പോ എന്തായാലും ഇത്തിരി പേപ്പറും കാര്യങ്ങളൊക്കെ വരും. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. ലോട്ടറി ടിക്കറ്റ് എന്റെ തലയിൽ ഇടാനല്ലെന്ന്. എന്നെ അവനെ വിടില്ല, ചെല്ലിട്ടൊന്ന് പൂട്ട്, അവനെ പണി ഞാൻ മരുന്ന് കാണിച്ചു കൊടുക്കാം. അതല്ല മണികണ്ഠൻ ചോദിക്കുന്നത്, കുറച്ച് പേപ്പർ ഒന്നും തലേ വീണെന്നും പറഞ്ഞ് ചത്തൊന്നും പോകുന്നില്ലല്ലോ. അത് പള്ളി പോയി പറഞ്ഞത്. അവിടത്തെ മാനേജറെ ഞാൻ വിളിച്ചു, അയാൾ പറഞ്ഞു ചേട്ടാ വന്നാ മതി, രാത്രി 12 മണിക്കുള്ള ഷോയാണ്. ഞാൻ 12 മണിക്കുള്ള ഷോയ്ക്ക് പോയി ഭാര്യയായിട്ട്. ഞങ്ങൾ സിനിമ കാണാൻ തുടങ്ങി. ടൈറ്റിൽ കഴിഞ്ഞപ്പോ എന്റെ മോന്തയിൽ ഒരു കുട്ട ലോട്ടറി. ആ ഷോ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിച്ചോണ്ടല്ലേ. സുശീല ഏതായി മർക്കടം വിവരദോഷി കുളിച്ചാതി സ്വാമി ആരാണെന്ന് എനിക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. ഞാനാ തീരുമാനിക്കണോ? ഞാനാ തീരുമാനിക്കണം. ഏത് ഷോ കാണണമെന്ന് ഞാനാ തീരുമാനിക്കണം. നിങ്ങളല്ല തീരുമാനിക്കണം. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടോ? അല്ല അല്ല അച്ഛന് തല്ല് കിട്ടിയോ? ഇല്ലില്ല, ഇപ്പൊ കിട്ടും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്ത് നല്ല റോള് കിട്ടാത്തൊരു ചൊരുക്ക് എന്നോട് തീർക്കല്ലോ. അതേടാ ചൊരുക്ക് തന്നെയാ. നിങ്ങള് ഒരു പടം റിലീസ് ചെയ്യുമ്പോ 5 ദിവസം ആളുകൾക്ക് കാണാൻ കൊടുക്കില്ല എന്ന് നിങ്ങളൊരു നിയമം കൊണ്ടുപോവാ. 2 ദിവസമായിരിക്കും ഫാൻസ് വരുന്നത്. 4ാമത്തെ ഒറ്റ ഷോ. അപ്പൊ പറഞ്ഞതുപോലെ എല്ലാം വീണ്ടും കോംപ്ലിമെന്റ്സ് ആക്കി. അപ്പൊ ഓക്കെ പാടാ പിള്ളേരെ, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.